മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള വ്യക്തികൾ, ഓരോ മെമ്പർമാർ, ഓരോ സഹാക്കൾ ശരിക്കു പറഞ്ഞാൽ സ്വന്തം ബന്ധങ്ങളൊന്നും നോക്കി ആവരുതും അവരുടെ പ്രവർത്തന ശൈലി. വ്യക്തിവൈരാഗ്യങ്ങൾ കാണിക്കുന്നതല്ല അവരുടെ ശൈലി. അവർ പൊതുവായിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് അവരുമായിട്ട് ഇഴുകിച്ചേരാൻ ശ്രമിക്കണം. അല്ലാതെ അവരെ മോളിൽ കയറാനും ഗുണ്ടായിസം കാണിക്കാനോ തമ്മാടിത്തരങ്ങൾ മൊത്തം കാണിച്ചാലും ഇവിടെ നിർത്താൻ ആളുണ്ടെന്നുള്ള ഭാവം കളയണം. ഈ ജനങ്ങളെ മൊത്തം കയ്യിലെടുക്കാനുള്ള കഴിവിനി നിങ്ങൾക്കുണ്ടാവണം. പണ്ട് ഉള്ള സഹാക്കന്മാർ ഈ ജനങ്ങളെയൊക്കെ കയ്യിലെടുത്തത് അറിയാമല്ലോ. അവരുടെയൊക്കെ മക്കളും അവരൊക്കെ വലിയവരായി, അത് വേറെ സത്യം. ഇതിനു വേണ്ടി ഇന്ന് കടന്ന് ഉണ്ടതിനൊന്ന് ആരുണ്ട്? അവരുടെ വീടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞതുപോലെ ഇനി പിണറായിയുടെ വരവിനെ കുറിച്ച് നമുക്ക് വളരെ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ ഭരണം കാഴ്ചവെക്കാനോ ഭരിക്കാനോ നല്ല ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹത്തിൻ്റെ മാത്രം പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതെന്ന് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. ഒരു തെറ്റിദ്ധാരണ ഈ ഒരു ഇലക്ഷനോട് മാറിക്കിട്ടി. ഒന്നും അല്ലെന്നുള്ളത് മനസ്സിലായി അല്ലേ? ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള സകലമാന പരിപാടികളും പ്ലാനിങ്ങും പദ്ധതിയൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഭരണവും കാര്യങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ എന്തോ അവർക്ക് മുന്നറിയിപ്പും ഒരു എല്ലാ നിർദ്ദേശങ്ങളും കിട്ടിയതിൻ്റെ പേര് അവർ വളരെ ശാന്തമായി, വളരെ ഐഡിയപരമായിട്ടാണ് അവർ ഭരിച്ചു പോകുന്നത്. ഇല്ലെങ്കിൽ അവർക്കറിയാം അവരൊക്കെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവരുടെ മൂട്ടൻ പതനമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് നല്ല വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കുറേ കാര്യത്തിനകത്ത് കടും പിടിപിടിച്ച് അവർ പലതും കണ്ടില്ലെന്ന് നടിച്ച് മുൻപോട്ട് പോകുന്ന, ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അവർ തുനിഞ്ഞത് തന്നെ അതാണ്. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ അവരെ നമുക്ക് മറിച്ചിടാനായിട്ട് ഇച്ചിരി പണിപ്പെടേണ്ടി വരും. അപ്പം പിണറായിയുടെ ഇനിയൊരു വരപ്പോൾ പിണറായിക്ക് ശേഷം ആരെങ്കിലും, അപ്പം പിണറായി ഇപ്പം പ്രതിപക്ഷത്തിരിപ്പുണ്ടല്ലോ, പിണറായിക്ക് ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താതിരിക്കുന്നത് നല്ലത്. പിന്നെ അതുപോലെ ഒരു കഴിവുള്ള പിണറായിയുടെ പോലുള്ളൊരു കഴിവ്, കാര്യം വെച്ചാൽ കഴിവെന്ന് പറഞ്ഞാൽ അതിനൊരു കഴിവല്ല. കാരണം വെച്ചാൽ നമ്മൾ ആധികാരികമായിട്ട് എനിക്കും കുറച്ച് പോലീസുകാർ പിന്തുണയുണ്ടെങ്കിൽ എനിക്കും കഴിയും പലതും നടത്താൻ. ഇവിടെ എനിക്കും കഴിയും. എനിക്ക് ഭരിക്കാനൊരു അവസരം, എൻ്റെ കേരളത്തിൽ എനിക്കൊരു ഭരിക്കാനൊരു അവസരം, മുഖ്യമന്ത്രിയായിട്ട് ആഭ്യന്തരമായിട്ട് എനിക്കൊരു അവസരം വന്നാൽ എനിക്കറിയാം എങ്ങനെ ഇവിടെ കൊണ്ടുപോകണമെന്നും ഏത് രീതി ആരെയൊക്കെ എങ്ങനെ നിർത്തണമെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. പറയാൻ മനസ്സിലായില്ലേ? അത് തന്നെ പിണറായി വിജയന് മാത്രം അവർ കഴിവിനെ പറ്റിയൊന്നും നമുക്ക് പറയണ്ട. എല്ലാവർക്കും ഉണ്ട് കഴിവ്. പണ്ടൊക്കെ വിചാരിച്ചിരുന്ന മന്ത്രി എന്നൊക്കെ പറഞ്ഞ വലിയ ആന സംഭവമാണെന്നാണ്. ഇപ്പം അതൊന്നും അല്ല. വെറും ചീളകൾക്കും ഊളകൾക്കും ഒരു ഇതുമില്ലാത്തവനൊക്കെ കയറി ഭരിക്കാൻ പറ്റുന്ന ഒരിടമാണ് രാഷ്ട്രീയം എന്നുള്ളത് പലരും പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അറിയോ? എന്ത് പറഞ്ഞാലും ഇവിടെ എന്തെല്ലാം മോശമായ പ്രവൃത്തികളും മോശമായ വാക്കുകളും പ്രയോഗിച്ചവരെല്ലാം ഇന്നിവിടെ മന്ത്രിയായിട്ടുണ്ട് അല്ലേ? അപ്പം നല്ല സത്യസന്ധമായി ആത്മാർത്ഥമായി നടക്കുന്നവർക്ക് 1000 വട്ടം അങ്ങനെ ആവാം. അതുകൊണ്ട് പിണറായി വിജയൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ അത് വരുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അവർ വളരെ ഐഡിയപരമായിട്ട് അവർ നല്ല രീതിയിൽ ആത്മാർത്ഥമായ ഐഡിയപരമായിട്ടാണ് അവരിപ്പം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ അവർക്ക് മനസ്സിലായി അവരുടെ പ്രവൃത്തിയും പോക്കും ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇനി കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല, പതനമായിരിക്കും. അവർക്ക് നല്ലതുപോലെ ആരോ നല്ല രീതിയിൽ അവർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇങ്ങനെ പോകുന്നത്.